ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈഡൻസ് ആണ്, അതായത് ഏപ്രിൽ 26 എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ഫസ്റ്റ് പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക്, അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും നേരുന്നു. നമുക്ക് നോക്കാം പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ എനർജീസ് എന്താണ്. താങ്ക് യു. ഇന്നത്തെ മെയിൻ തീം വന്നിട്ട് മൂവ്മെൻ്റ് ആണ്, മുന്നോട്ട് സഞ്ചരിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അത് തന്നെയായിരിക്കാം കുറച്ച് പേർക്ക് ചാലഞ്ച് വരുന്നത്. കാരണം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ എനർജി ഒത്തിരി സിറ്റുവേഷൻസ് ത്രൂ ആൾക്കാർ വഴി നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. അവിടെ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് കൊടുക്കുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിലും അവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ, സിറ്റുവേഷൻസ് തരണം ചെയ്യാനായിട്ട്, സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി മെസ്സേജസ്, ഒത്തിരി കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി ഫാസ്റ്റ് മൂവിങ് എനർജി ആയിരിക്കാം. അതും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു 5 ഓഫ് വാൻഡ്സ് പോലെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി ബ്ലെസ്സിങ്സും കാണുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് ചേഞ്ച്, ഷിഫ്റ്റ് സംഭവിക്കുന്ന സമയമാണ്. കുറച്ച് പേർക്ക് ആൻസിസ്ട്രൽ ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ പാരൻസ്, ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, ഒരു ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയിലെ മുതിർന്നവർ, പ്രായമുള്ള വ്യക്തികൾ, അവരുടെ ലൈഫിലും ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജി, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ആൻസിസ്ട്രൽ സപ്പോർട്ടായിരിക്കാം, സ്പിരിച്വൽ സപ്പോർട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഒത്തിരി സ്പിരിച്വൽ ഇൻസൈറ്റും കാണുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അഗെയിൻ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആണ് കാണുന്നത്. കുറച്ച് പേര് തനിക്ക് എന്താണോ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ തൻ്റെ എനർജിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയവും ആയിരിക്കാം ഈ ഒരു ദിവസം വന്നിട്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കുട്ടികളായിട്ടുള്ള എനർജി, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് എനർജി, പോസിറ്റീവ് മെസ്സേജസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഗുഡ് ന്യൂസിൻ്റെ എനർജി കടന്നു വരുന്നതാണ്. നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ന്യൂസ് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ നെക്സ്റ്റ് 3 ഡേയ്സിലോട്ടുള്ള എനർജി, എന്ത് സെൽഫ് കെയർ റൊട്ടീനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. താങ്ക് യു. ഡ്രീം ജേർണൽ. കുറച്ച് പേർക്ക് പ്ലാൻ വെക്കേഷൻ്റെ എനർജി കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും നാളെ വന്നിട്ട് ന്യൂ മൂണിൻ്റെ എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂ എനർജീസായിട്ട് കണക്ട് ചെയ്യുക, ന്യൂ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുക, അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷനാണ്. പല രീതിയിലായിരിക്കാം നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നത് നിങ്ങളുടെ അടുത്തോട്ട്. ഡ്രീംസ് വഴിയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവെയർനെസ് വരുന്നതായിരിക്കാം, മെസ്സേജസ് ലഭിക്കുന്നതായിരിക്കാം.
അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഒത്തിരി മെസ്സേജസ്, ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഡ്രീം ജേർണൽ എഴുതുന്നത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ജേർണൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട്, ആ ഡ്രീം നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് നിങ്ങൾ തന്നെ ഡീകോഡ് ചെയ്യാനായിട്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വേറൊരു വ്യക്തി പറയുമ്പോൾ ചിലപ്പോൾ അത്രയും നമുക്ക് നമ്മുടെ ലൈഫായിട്ട് നമുക്ക് അതിൽ റെസൊണേറ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, കുറച്ചും കൂടെ അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീമാണ്, എന്ത് ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അത് നിങ്ങൾ എഴുതാനായിട്ട്, അതിൽ കുറച്ചൊരു വ്യക്തത, ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വിഷ്വലൈസ് ചെയ്യുന്ന എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് ഗോളാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്, മനസ്സിൽ കാണാനായിട്ട്, വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു സമയങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേണിൽ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓവറോൾ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. പല രീതിയിലായിരിക്കാം. മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ എനർജിയിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ആൻസിസ്റ്റേഴ്സായിട്ട്, ഫാമിലിയായിട്ട്, റൂട്ട്സായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇൻവിറ്റേഷൻ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ഇനി വരുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ട്രാവൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു ചേഞ്ച്, ഷിഫ്റ്റ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺ ആണ്, ചിന്തിക്കുന്ന രീതിയാണ്, അവിടെയും ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ എനർജീസ് എന്താണ്. താങ്ക് യു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും നേരുന്നു. ഇന്ന് മെയിനായിട്ട് ഹീലിംഗ്, അതുവഴി നിങ്ങളുടെ എനർജി റീസ്റ്റോർ ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ അബണ്ടൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേര് ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, അതൊക്കെയായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റേറ്റീവ് എനർജി വരുന്നുണ്ടാകാം. അപ്പോൾ ഹെൽത്തി രീതിയിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ആ ഒരു തീം കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോം, റിലേഷൻഷിപ്പ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. അവിടെ കുറച്ചും കൂടെ സ്നേഹം കൊണ്ടുവരിക, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക, പരസ്പരം മനസ്സിലാക്കിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, ആ ഒരു തീം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓവറായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകൾ വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നിരാശപ്പെടുന്നതാണ്, എന്തെങ്കിലുമൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള എനർജിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിലും കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഫ്ലോയിൽ, ഒരു പോസിറ്റീവ് എനർജിയിൽ മൂവ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഫൊർഗീവ്നെസ്, കുറച്ചും കൂടെ സ്നേഹം, കമ്പാഷൻ, അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ കാർഡ്സിലും ഹീലിങ്ങിൻ്റെ എനർജീസാണ് കാണുന്നത്. പേഴ്സണൽ ഹീലിംഗ് ആയിരിക്കാം കുറച്ച് പേർക്ക്. ഇമോഷണലി ഒത്തിരി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒത്തിരി സിറ്റുവേഷൻസ് ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് അവസരങ്ങൾ, സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മെയിൻ ഒരു ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവസരങ്ങൾ വരണ സമയത്ത് നിങ്ങളുടെ എനർജി നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പേർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഷാഡോസ് നിങ്ങളെ ട്രിഗർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂ എനർജീസ്, ന്യൂ ഓഫർ വരുന്ന സമയത്ത്
പാസ്റ്റിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസിൽ നിങ്ങൾ ഓവറായിട്ട് ഫോക്കസ് കൊടുക്കുമ്പോൾ പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു നിമിഷം ഈ ഒരു സമയത്ത് എന്താണോ ആവശ്യമുള്ളത് അതിലോട്ട് ഫോക്കസ് അറ്റൻഷൻ കൊടുക്കാനായിട്ട് കുറച്ച് പേർക്കൊരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വ്യക്തത ഉണ്ടാകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഔട്ടർ വേൾഡിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള എൻവയറമെൻറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി, വ്യക്തത, ശാന്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ഇൻറ്റ്യൂട്ടീവ്ലി ഒത്തിരി ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓൾറെഡി നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാം എനർജീസാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മൂവ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ തോട്ട്സ് വളരെ പവർഫുള്ളാണ്, ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള പവറിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻഷൻസ് വയ്ക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നാളെ വന്നിട്ട് ന്യൂ മൂൺ ആണ്. അപ്പോൾ പുതിയ എനർജീസ്, പുതിയ ഇൻറ്റൻഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല നല്ല എനർജീസ് നിങ്ങൾ ഇമാജിൻ ചെയ്യാനായിട്ട്, ക്രിയേറ്റീവ് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓൾറെഡി നിങ്ങളൊരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിന് ഒത്തിരി റെക്കഗ്നിഷൻ ലഭിക്കുന്നതായിട്ട്, ഒത്തിരി നിങ്ങളുടെ ടാലൻസ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അടുത്തത് നെക്സ്റ്റ് 3 ഡേയ്സിലോട്ടുള്ള നിങ്ങളുടെ സെൽഫ് കെയർ എനർജി നോക്കാം. എന്ത് കാര്യങ്ങളാണ് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു. ഫയൽ നമ്പർ 2 വന്നിട്ട് നമ്പർ 38, നറിഷ് യുവർ ടെമ്പിൾ. കുറച്ച് പേരോട് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജീസ് കുറച്ചും കൂടെ നിങ്ങൾ നറിഷ് ചെയ്യാനായിട്ട്, അവിടെ കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വന്നിട്ട് ഹീലിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീലിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഓറ ക്ലെൻസ് ചെയ്യുന്നത്, സോൾട്ട് ബാത്ത് എടുക്കുന്നത്, അതെല്ലാം ഈ ഒരു സമയങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അത് ഫോളോ ചെയ്യുമ്പോഴും ഒത്തിരി ഹീലിംഗ്, ഒത്തിരി ക്ലെൻസിങ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ എനർജിക്ക് കുറച്ചും കൂടെ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു 3 ഡേയ്സ് വന്നിട്ട്. കുറച്ച് പേർക്ക് ഡാൻസിൻ്റെ എനർജിയും വരുന്നുണ്ട്. അഗെയിൻ ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി, പാഷൻസ് ആണ് കാണുന്നത്. ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. കുറച്ച് പേർക്ക് മൂവ്മെൻറ്റ്സ് ആണ്. എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള എനർജി, സ്റ്റക്കായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഡാൻസ്, യോഗ അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്, ഹാപ്പിനെസ് കണ്ടെത്താനായിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതായിട്ട് കണക്ട് ചെയ്യുക. പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.